ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ബ്ലോഗ് സ്പോട്ട് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എനിക്ക് ചെയ്യാൻ പോണത് എന്താ ചട്ടിയിൽ എന്താ എണ്ണ കുഴിച്ച് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് എനിക്ക് കാണിക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കണ്ടോ ചിക്കനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത് പോട്ട് പെനച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണ ചൂടായി വരണം, നന്നായിട്ട് ചൂടാവട്ടെ. ഫസ്റ്റ് ചിക്കന് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പോട്ട് കുരുമുളക് പൊടി പോട്ട് പെനച്ച് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ചിക്കൻ റെസിപ്പിയാണ് ഇത്. വറുത്തത് ഫ്രൈ ആവട്ടെ. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആവണമെന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് ഒന്ന് എണ്ണയിലൊന്നിട്ട് വാറ്റി കിട്ടിയാൽ മതി. നമ്മൾ എന്തായാലും കുക്കിങ് ചെയ്യുമല്ലോ, തിരിച്ചും നല്ല വേവിക്കുമല്ലോ. അപ്പോൾ പിന്നെ അതിനകത്ത് നല്ല ഡീപ്പായിട്ട് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരളവിന് ഫ്രൈ ആയി വന്നാൽ മതി. നമ്മളിത് എടുത്ത് മാറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വറുത്തെടുത്തു. അതേ എണ്ണ തന്നെയാണ് കേട്ടോ. അതേ എണ്ണയിലേക്ക് ഞാൻ ഇപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, ചീനമുളക്, അതായത് കാന്താരി മുളക് മൂന്നും കൂടി ചതച്ചെടുത്ത് ഇടാൻ പോവുകയാണ്. വേറെ ഞാൻ ഇതിലേക്ക് ഒരു മസാല ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ അരക്കാട് ഇതിലിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് തീ കമ്മിയാക്കിയിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സിയാണ്. വേറെ ഇതിലേക്ക് ഞാൻ ഒന്നും ചേർക്കുന്നില്ല. പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒന്നുമില്ല. ഈസി ആയിട്ട് ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ അടി പിടിച്ചമാരി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ അത് നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ചിക്കനൊക്കെ ഇടുമ്പോൾ ഉള്ളിയൊക്കെ ഇട്ട് വാറ്റുമ്പോൾ ശരിയാവും. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീ മാത്രം കമ്മിയായിട്ട് കൊണ്ടുപോകും. അത് നന്നായിട്ട് ഇതിനെ വഴറ്റിയ ശേഷം ഇതിലേക്ക് ഞാനിതാ വലിയ ഉള്ളി മുറുക്കി വെച്ചിട്ടുണ്ട്. അതതിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് വഴറ്റണം. ഇത് ഇടുകയാണ് ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് റെസിപ്പിയാണ് കേട്ടോ. ചെയ്യാനും ഈസിയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ ഉള്ളി. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഞാൻ. മഞ്ഞൾപ്പൊടി നമ്മൾ ഫസ്റ്റ് ഇറച്ചിയിൽ ചിക്കനിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. പിന്നെ അടുത്തത് നമ്മൾ ഒരു ലേശം മുളക് പൊടി, കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. നല്ല എരിവുള്ള മുളക് പൊടിയാണത്. ഒരു ലേശം ഗരം മസാല. ഇപ്പോഴാണ് ഞാനൊരു ഗരം മസാല ചേർക്കണം കേട്ടോ. കുറച്ച് ചേർക്കുന്നുള്ളൂ, മതി. നന്നായിട്ട് ഇളക്കണം. ഇപ്പോൾ ഇതിലേക്ക് ഞാനിത് കണ്ടില്ലേ തക്കാളി, ഒരു 2 തക്കാളി അല്ലാണ്ട് അരച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. അപ്പോൾ സമയത്ത് നിങ്ങൾ ആ തീയൊക്കെ കുറച്ച് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മളിതിലേക്ക് ഈ വറുത്ത് വെച്ചിട്ട് ചിക്കൻ ചേർക്കാൻ പോവുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അരച്ചതിൽ മിക്സിയുടെ ജാറിൽ വെള്ളത്തിലാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് കിടന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നോക്കിക്കോട്ടെ. നിങ്ങൾ ഈ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ വറുത്തപ്പോൾ കരിഞ്ഞ മാതിരി ഉണ്ടായിരുന്ന സൈഡിൽ കൂടെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒന്നും ഉണ്ടാവില്ല. നോക്കുള്ളൂ ഈ വെള്ളത്തിൽ ചേർത്ത് നന്നായിട്ട് കിടന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഗ്രേവി വേണമെന്നുള്ളവരാണെങ്കിൽ ഇതിപ്പോൾ ഈ കണ്ടീഷനിൽ നിർത്താവുന്നതാണ്. പക്ഷേ ഇത് എനിക്ക് ഗ്രേവി ആയിട്ട് വേണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വയ്ക്കണം. അല്ലാത്തവർക്ക് ഡ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി കുറച്ച് നല്ല തിക്ക് ഗ്രേവിയൊക്കെ എടുക്കുക.
പക്ഷേ എനിക്ക് ഈ ഗ്രേവി വേണമെന്നാണ് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും. അപ്പം ഇതിൽ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുകയാണ്. അത് ഇപ്പോൾ കാണിക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കനും. പിന്നെ അധികം വേഗം ആവശ്യമില്ല, വറുത്തെടുത്ത ചിക്കൻ ആയതുകൊണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നുണ്ടായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി. ഞാൻ അതുകൊണ്ടാണ് ഇത് കമ്മിയാക്കിയത്, നമ്മളുടെ മുളക് പൊടി കമ്മിയാക്കിയിട്ടത് കാരണം കുരുമുളക് പൊടി ചേർക്കാമെന്നുള്ളൊരു പ്ലാൻ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇറക്കാവുന്നേ ഉള്ളൂ. ഞാൻ എല്ലാവരും ഈ വീഡിയോ കണ്ട് എനിക്കൊരു ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.